നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മെയ് 30 ശനിയാഴ്ച അതീവ വിശിഷ്ടവും വളരെ പുണ്യം നിറഞ്ഞതുമായ ഒരു സുദിനമാണ്. വൈശാഖ മാസത്തിലെ വിശാഖ നക്ഷത്രമാണെന്ന്. സാക്ഷാൽ മുരുക ഭഗവാന്റെ ജന്മദിനമായ വൈകാശി വിശാഖം എന്നാണ് ഈ ഒരു ദിനം അറിയപ്പെടുന്നത്. ഹൈന്ദവ വിശ്വാസമനുസരിച്ചിട്ട് ഏറെ പ്രാധാന്യമുള്ള ഈ ദിവസത്തിൻ്റെ പ്രത്യേകതകളും ഈ ദിവസം നമ്മൾ ചെയ്യേണ്ട വഴിപാടുകളും വ്രതമെടുക്കുന്നവർ ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ വളരെ വിശദമായി തന്നെ നമ്മുടെ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നുണ്ട്. വീഡിയോ പൂർണ്ണമായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ആദ്യം തന്നെ വൈശാഖ മാസത്തെക്കുറിച്ചും വിശാഖ നക്ഷത്രത്തെക്കുറിച്ചും പറയാം. മാധവമാസം എന്നും അറിയപ്പെടുന്ന വൈശാഖ മാസം മഹാവിഷ്ണുവിനും ദേവിക്കും ഏറെ പ്രിയപ്പെട്ടതാണ്. ഈ മാസത്തിൽ ചെയ്യുന്ന ചെറിയൊരു പുണ്യം പോലും 100 മേനിയായി തിരിച്ചു കിട്ടുമെന്നാണ് വിശ്വാസം. ഈ പുണ്യമാസത്തിലെ പൗർണമിയോടനുബന്ധിച്ച് വരുന്ന നക്ഷത്രമാണ് വിശാഖം. ജ്യോതിഷശാസ്ത്രപ്രകാരം 27 നക്ഷത്രങ്ങളിൽ 16ാമത്തെ നക്ഷത്രമാണ് വിശാഖം. ഇതിൻ്റെ അധിപൻ വ്യാഴമാണ്, അതായത് ഗുരു. ജ്ഞാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായ വിശാഖ നക്ഷത്രവും വൈശാഖ മാസവും ചേർന്ന് വരുന്ന ഈ ദിവസം അതുകൊണ്ട് തന്നെ വളരെ ശക്തമായതും പോസിറ്റീവ് ഊർജ്ജം നിറഞ്ഞതുമാണ്. ഈ ദിവസം തന്നെ എന്തുകൊണ്ടാണ് മുരുക ഭഗവാന്റെ ജന്മദിനമായിട്ട് ആഘോഷിക്കുന്നത്? പുരാണങ്ങൾ പ്രകാരം താരകാസുരൻ എന്ന ക്രൂരനായ അസുരൻ്റെ ഉപദ്രവം താങ്ങാനാകാതെ ദേവന്മാർ കഷ്ടപ്പെട്ടപ്പോൾ അവരെ രക്ഷിക്കാനായി പരമശിവൻ്റെ 3ാം കണ്ണിലെ ദിവ്യാഗ്നിയിൽ നിന്നാണ് മുരുക ഭഗവാൻ ജനിക്കുന്നത്. ശിവൻ്റെ നെറ്റിക്കണ്ണിൽ നിന്ന് പുറപ്പെട്ട 6 അഗ്നിഗോളങ്ങൾ ഗംഗാനദിയിലൂടെ ശരവണ പൊയ്കയിൽ എത്തിച്ചേരുകയും അവിടെ 6 മനോഹരമായ താമരപ്പൂക്കളിൽ 6 കുഞ്ഞുങ്ങളായി മാറുകയും ചെയ്തു. കാർത്തിക പെൺകുട്ടികളാണ് ആ കുഞ്ഞുങ്ങളെ വളർത്തിയത്. പിന്നീട് പാർവതി ദേവി ഈ 6 കുട്ടികളെയും ചേർത്ത് പിടിച്ചപ്പോൾ അവർ ഒരൊറ്റ ശരീരവും 6 മുഖങ്ങളുമുള്ള ഷൺമുഖനായി മാറി. ഈ പുണ്യസംഭവം നടന്നത് വൈശാഖ മാസത്തിലെ വിശാഖ നക്ഷത്രത്തിലാണ്. അതുകൊണ്ടാണ് ഈ ദിവസം തന്നെ നമ്മൾ ഭഗവാന്റെ ജന്മദിനമായി കൊണ്ടാടുന്നത്. ഈ ഒരു സുദിനത്തിൽ നമ്മൾ വ്രതമെടുക്കുമ്പോൾ തലേദിവസം മുതൽ വ്രതമെടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി തലേദിവസം മുതൽ വ്രതമെടുക്കാത്ത ആൾക്കാർക്ക് വ്രതമെടുക്കാതെ തന്നെയും ഭഗവാന്റെ അനുഗ്രഹം നേടാവുന്നതാണ്. ഈ വൈകാശി വിശാഖം പ്രമാണിച്ച് വ്രതമെടുക്കുന്നവർ അനേകരാണ്. നമ്മൾക്ക് വ്രതമെടുക്കാൻ സാധിക്കാത്തവർക്കും ഭഗവാന്റെ അനുഗ്രഹം നേടാവുന്നതാണ്. ഇനി തുടർച്ചയായിട്ട് വ്രതമെടുക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ വെള്ളിയാഴ്ച മുതൽ വ്രതമെടുക്കണം. വെള്ളിയാഴ്ച രാവിലെ തന്നെ കുളിച്ച് ശുദ്ധിയായിട്ട് മുരുകക്ഷേത്ര ദർശനം നടത്തുക. അന്നേ ദിവസം പൂർണ്ണ ഉപവാസമോ അല്ലെങ്കിൽ ഒരിക്കൽ ഊണോ മാത്രം അനുഷ്ഠിക്കാവുന്നതാണ്. പൂജകൾ ചെയ്യുമ്പോൾ ഓം ശരവണ ഭവായ നമ എന്ന മന്ത്രം ജപിക്കുക. ഭഗവാന് പാല്, പനിനീര് എന്നിവ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും പൂക്കൾ സമർപ്പിക്കുന്നതും ഉത്തമമാണ്. ഇനി തലേദിവസം മുതൽ വ്രതമെടുക്കാൻ സാധിക്കാത്തവർ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. വെള്ളിയാഴ്ച മുതൽ വ്രതം അനുഷ്ഠിക്കാത്തവർ ശനിയാഴ്ച രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി വെള്ളവസ്ത്രം ഉള്ളവർ വെള്ളവസ്ത്രം ധരിച്ച് ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നവർ ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ പ്രാർത്ഥിക്കുക. ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് പാലഭിഷേകം. നാളെ ക്ഷേത്രങ്ങളിൽ പാലഭിഷേകം ചെയ്യാനായിട്ട് സമർപ്പിക്കുന്നത് ദോഷങ്ങൾ അകറ്റാനായിട്ട് വളരെ നല്ലതാണ്. ഷൺമുഖാർച്ചന ചെയ്യാൻ സാധിക്കുന്നവർ അത് ചെയ്യുക. ശത്രുദോഷം മാറാനും വിഘ്നങ്ങൾ നീങ്ങാനുമൊക്കെ വളരെ നല്ലതാണ്. ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്ത ആൾക്കാർക്ക് വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ് പറയുന്നത്. പൂജാമുറിയിൽ വിളക്ക് തെളിക്കുക, ഭഗവാന്റെ ചിത്രത്തിന് മുന്നിൽ പൂക്കൾ അർപ്പിക്കുക, പായസം നൈവേദ്യമായിട്ട് സമർപ്പിക്കുക. ഓം ശരവണഭവ എന്ന മന്ത്രം 108 തവണ ജപിക്കുന്നത് വീട്ടിൽ പോസിറ്റീവ് ഊർജ്ജം നിറയ്ക്കാനും കുട്ടികളുടെ പഠനകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകാനുമൊക്കെ സഹായിക്കും. ഭഗവാന് മധുര പായസമോ കൽക്കണ്ടമോ ഒക്കെ നിവേദ്യമായിട്ട് സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ സുബ്രഹ്മണ്യ ഭുജംഗം, സ്കന്ദഷഷ്ടി കവചം എന്നിവ കേൾക്കുന്നതും ജപിക്കുന്നതുമൊക്കെ അതീവ ഫലദായകമാണ്. മുൻപ് പറഞ്ഞതുപോലെ വ്രതാനുഷ്ഠാനം തലേദിവസം വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. അല്ലാത്തവർ ശനിയാഴ്ച മാത്രമായും വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. 2 ദിവസമായാലും വ്രതം അനുഷ്ഠിക്കുന്നവർ സസ്യാഹാരം മാത്രം കഴിക്കുക. 30-ാം തീയതി അതിരാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക. ഗണപതി ഭഗവാനോടും സുബ്രഹ്മണ്യ സ്വാമിയോടും നെയ്വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ക്ഷേത്രത്തിൽ പോകുന്നവർ മക്കളുടെയൊക്കെ പേരും നക്ഷത്രവും ഒക്കെ പറഞ്ഞ് ഭസ്മാഭിഷേകം, പാലഭിഷേകം, പഞ്ചാമൃത അഭിഷേകം ഒക്കെ നടത്തുന്നത് വളരെ ഐശ്വര്യകരമാണ്. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നേ ദിവസം ഭഗവാന്റെ ജ്ഞാനവേൽ പൂജിക്കുന്നത് വളരെ ഐശ്വര്യദായകമാണ്. കുടുംബത്തിലുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മാറുന്നതിനും കുട്ടികളുടെ ആരോഗ്യത്തിനും സൗഖ്യത്തിനും ഐശ്വര്യത്തിനുമെല്ലാം ഈ ഒരു ജ്ഞാനവേൽ പൂജിക്കുന്നത് വളരെ ഗുണം നൽകും.
ശത്രുഭയത്തിൽ നിന്നും കടബാധ്യതകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നുമൊക്കെ മോചനം നൽകുന്ന കാരുണ്യമൂർത്തിയാണ് ഭഗവാൻ മുരുകൻ. ജ്ഞാനത്തിൻ്റെയും ധീരതയുടെയും പ്രതീകമായ ഭഗവാന്റെ ജന്മദിനമായ ഈ ദിവസം ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക. വ്രതമെടുക്കാൻ സാധിക്കുന്ന എല്ലാവരും തന്നെ വ്രതമെടുക്കുക. അല്ലാത്തവർക്ക് ഞാൻ ഈ പറഞ്ഞ രീതിയിലൊക്കെ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഭഗവാൻ നിങ്ങൾക്ക് അനുഗ്രഹം ചൊരിയുന്നതായിരിക്കും. എത്രയൊക്കെ വ്രതമെടുത്തെന്ന് പറഞ്ഞാലും മനസ്സിന് ശുദ്ധിയില്ലെങ്കിൽ പിന്നെ ഒരു കാര്യവുമില്ല. അതുപോലെ മനഃശുദ്ധിയോടുകൂടി ഭഗവാനെ വിളിച്ചാൽ ഭഗവാൻ തീർച്ചയായും വിളി കേൾക്കും. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി, നമസ്കാരം.